ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല. സോളാറിൻ്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. വല്ലവനും സഹതാപം തോന്നി നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരും വന്നില്ല താനും. ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു, അതുപോലെ എന്നെയും കാണുന്നു. ഒരുപാട് പേര് മുത്തം തരുന്നു, സ്നേഹിക്കുന്നു. അത് വലിയ ആ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജം തരുന്നു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പിൽ UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി. ജോപ്പനെ അറസ്റ്റ് ചെയ്തു. ജോപ്പനെ ഇപ്പം ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഇത് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വരും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. കോൺഗ്രസ് ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ കോഴമാണി എന്ന് വിളിച്ച് മാണി ആളുകൾ കളിയാക്കിയപ്പോൾ മാണി ഒറ്റപ്പെട്ടു പോയിരുന്നു. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാലോ, ചാരക്കേസ് എന്ന് പറയുന്ന ഇല്ലാത്തൊരു കേസ്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു കേസ്, ലാസ്റ്റ് ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ളൊരു കേസ്, സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ലൈംഗിക തൃഷ്ണ കൊണ്ട് താല്പര്യം കൊണ്ട് മാത്രമാണ് മറിയ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച സ്ത്രീ, നമുക്കറിയില്ല അവര്, നമ്മൾ ഇപ്പം ലഭ്യമായ അറിവുകൾ പ്രകാരം ഒരു പാവം പിടിച്ച സ്ത്രീ, അതുപോലെ തന്നെ ഫൗസിയാസ് എന്ന് പറയുന്ന സ്ത്രീ, ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതിന് ആരും സമാധാനം പറയും. ഉമ്മൻചാണ്ടിയുടെ കേസിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ എല്ലാ ദിവസവും ആ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതില്ലാതായിരുന്നു. അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ്, അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ പോയിട്ട് ആ സമയത്ത് എങ്ങനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്താം എന്നുള്ളത് മാത്രമേ. പിന്നെ നമ്മൾ ഏത് രാജ്യത്തിൽ നിന്ന് സംസാരിക്കണേന്ന്, നമ്മൾ സത്യത്തിൽ ഇപ്പൊ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിട്ട് രാജീവ് ഗാന്ധിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ പോലും പൂർണ്ണമായൊരു നീതി കിട്ടിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. കുടുംബം അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികം കഴിഞ്ഞ ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കോൺഗ്രസ് പാർട്ടിയെ, കോൺഗ്രസ് ക്യാമ്പിനെ അങ്കലാപ്പിലാക്കുന്ന ഒരു വികാര നിർഭരമായ ഒരു പ്രസ്താവന ഇറക്കി. അതായത് സോളാർ കേസ് കേരളത്തിൽ കത്തി നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ ഒരു വ്യക്തിയെയും കോൺഗ്രസിൽ നിന്ന് കണ്ടില്ല എന്നവർ വളരെ വികാരത്തോടെ സംസാരിച്ചു. മനോരമയുടെ പഴയ പത്രപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ സോളാർ വിശേഷം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ്. കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ്സിൽ ഒരാൾ എങ്ങനെ വീണിട്ട് വേണം അവൻ്റെ മേത്തി കൂട്ടി അടുത്ത ആൾക്ക് കയറാൻ എന്നാലോചിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഉണ്ട്. കോൺഗ്രസ്സിൽ അത് കുറച്ചും കൂടി കൂടുതലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ. കാരണം ഇതിപ്പോൾ നമ്മൾ മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ട് ഇത് വളരെ വൈകാരികമായൊരു സംഭവമായിരിക്കും. ഞാൻ അവരുടെ വികാരങ്ങളൊന്നും കുറച്ച് കാണുന്നില്ല, അത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഇത്ര വലിയ വികാരം ഉണ്ടാവില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ട് ഇതെല്ലാം ഒരു അനുഭവങ്ങളിലൂടെ അദ്ദേഹം പഠിച്ചു വന്നുകൊണ്ട് ഇതിൽ കൂടുതലുള്ള അനുഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോളാർ വിവാദം തന്നെ മുഴുവനായിട്ടും ഇല്ലാത്തതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള സ്ത്രീ പീഡന കേസുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലാകെ റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് തന്നെ സത്യത്തിൽ പെൺകുട്ടി കൂറുമാറി, പെൺകുട്ടിയുടെ അമ്മ കൂറുമാറി, പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി, പെൺകുട്ടി കൂറുമാറി. അതായത് പരാതിക്കാർ പോലും കൂറുമാറി. പക്ഷേ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അത് മറ്റേ DNA ടെസ്റ്റിൽ ഒരു കൃത്രിമത്വം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കേസ് ശിക്ഷിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇവിടെ വന്ന സ്ത്രീ പീഡന കേസുകളൊക്കെ തന്നെ മിക്കവാറും ആളുകൾ വിട്ടുപോകും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന എനിക്കറിയാവുന്നിടത്തോളം സരിത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി അവിടെ ഒരു പ്രൊജക്റ്റുമായി, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായി വന്നതാണ്. പക്ഷേ ആളുകൾ ഇത് വട്ടമിട്ടവരെ പിടിച്ചതാണ്. അതാണ് സോളാർ കേസ്. ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല, കടന്ന് നമ്മൾ മറ്റു പല കാര്യങ്ങളും പറയേണ്ടി വരും എന്നുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഇത് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വരും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇപ്പോൾ കോൺഗ്രസ് ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ കോഴമാണി എന്ന് വിളിച്ച് മാണി ആളുകൾ കളിയാക്കിയപ്പോൾ മാണി ഒറ്റപ്പെട്ടു പോയിരുന്നു. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാലോ, ചാരക്കേസ് എന്ന് പറയുന്ന ഇല്ലാത്തൊരു കേസ്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു കേസ്, ലാസ്റ്റ് ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ളൊരു കേസ്, സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ലൈംഗിക തൃഷ്ണ കൊണ്ട് താല്പര്യം കൊണ്ട് മാത്രമാണ് മറിയ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച സ്ത്രീ, നമുക്കറിയില്ല അവര്, നമ്മൾ ഇപ്പം ലഭ്യമായ അറിവുകൾ പ്രകാരം ഒരു പാവം പിടിച്ച സ്ത്രീ, അതുപോലെ തന്നെ ഫൗസിയാസ് എന്ന് പറയുന്ന സ്ത്രീ, ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതിന് ആരും സമാധാനം പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരൊന്നും നമ്പിനാരായണനെ പോലെ നഷ്ടപരിഹാരത്തിന് പോലും പോയില്ല. അപ്പം ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളതാണ് എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി.
സത്യത്തിൽ ഇപ്പം ചാണ്ടി ഉമ്മനൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ചാണ്ടി ഉമ്മനൊക്കെ നേരിടാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒക്കെ മറിയാം ഉമ്മനെ സംബന്ധിച്ചോളം അവരൊരു സാധാരണ സ്ത്രീയായി വീട്ടമ്മയായി ഒരു സാധാരണ ജോലി എടുത്ത് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പലതും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിച്ചതിന്റെ ഭാഗമായി അവരിന്ന് അല്ല അതൊക്കെ ഇന്ന് ശരിക്കും അവർ പറയുമ്പോൾ നമുക്ക് വളരെ ഹൃദയത്തിൽ തട്ടിയാണ് അവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതൊക്കെ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ ജോൺ മുണ്ടക്കയത്തിന്റെ ബുക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടി ഹസൻ ഉണ്ടായിരുന്നു, വി ഡി സതീശനുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇത് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ തരൂരിനും വി ഡി സതീശനും ഹസനും ഒക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. നാളെ ഇത് അവർക്ക് സംഭവിച്ചാലും അവരെങ്ങനെയെങ്കിലും വീണാൽ അടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, കയറാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിലെ ഒരു അല്ല, എന്തിന് വിഷയം ഇതായതുകൊണ്ടൊന്നുമല്ല. വിഷയം ഇപ്പൊ സോളാർ ആയതുകൊണ്ട് ആരെങ്കിലും സ്ത്രീ വിഷയമായതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് രാജിവെക്കണം എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയോട് രാജിവെക്കണം എന്ന് കോൺഗ്രസ് ആരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ഇപ്പൊ ഓക്കെ, നമ്മളൊരു സ്ത്രീ വിഷയം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹി എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ കെ കരുണാകരന് നേരെ ചാർത്തിയത്, ഇല്ലേ? അപ്പൊ സത്യത്തിൽ അന്ന് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോവുകയും DIC രൂപീകരിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംഘടന അടിത്തറ തകർന്നുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റീസ് കൂടാൻ തന്നെ കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ പോലെ കടക്കുപുറത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ധാർഷ്ട്യമുള്ള ഇന്ന് ഇത്രയും വർത്തമാനകാലത്ത് പ്രാധാന്യം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് സദ്ദാം ഹുസൈൻ എങ്ങനെയാണ് പ്രാധാന്യം വന്നത്? സദ്ദാം ഹുസൈന് പ്രാധാന്യം വന്നത് സദ്ദാം ഹുസൈൻ അവിടെ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തൊരു ഭരണാധികാരിയാണ്. പക്ഷെ അദ്ദേഹം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി പരിവേഷം അങ്ങോട്ട് ചാർത്തി കിട്ടുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കുറെ കൂടി ലാളിത്യത്തോട് പെരുമാറുന്ന ആളുകളുള്ള സ്നേഹപ്രസന്നമായി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമ്മള് വലിയ ഒന്ന്. പിന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു, കാണാതെ പോരുത്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കേസിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ എല്ലാ ദിവസവും ആ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായല്ലോ. അല്ല, വളരെ അപൂർവം എന്നുള്ള നിലക്കാണ്. അതിനുശേഷം ആ മീഡിയ ഹൈപ്പുകൾ ഇല്ലാതായി. പിന്നെ മീഡിയകളുടെയും ഒരു കാര്യം മാറിയതുകൊണ്ടാണ്. അതായത് എന്ത് വിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മീഡിയകൾ ഇപ്പൊ സത്യത്തിൽ വിനായകൻ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഉണ്ടെന്ന്. അതായത് വിനായകൻ പറഞ്ഞൊരു കമന്റ്, അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. വിനായകൻ പറഞ്ഞ ഒരു ഇത്തിരി മോശം രീതിയിലാണ് പറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, നിങ്ങൾ കളഞ്ഞിട്ട് പോകും എന്ന് മീഡിയക്കാരോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഓക്കെ, ആ രീതിയിൽ പറയണോ വേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കണം. പക്ഷെ പ്രശ്നം പറഞ്ഞതിലൊരു കാര്യമുണ്ട്. 3 ദിവസമായിട്ട് ഒരാളുടെ വിലാപയാത്ര ഇങ്ങനെ നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള ഇതെല്ലാം തമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു റേറ്റിംഗ് കിട്ടുന്ന കാര്യമാണ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തതാണ് ഒരു ഈവന്റ് ആക്കി എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്ന കാര്യം തന്നെയാണ്. അത് സാർ പറയുമ്പോൾ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ടായിട്ട് ആ സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് ഇറങ്ങി ഷർട്ട് ഇടുന്നത് മുതൽ പ്ലെയിനിൽ കയറുന്നത് വരെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ചാനലുകൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കാരണം എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. സ്വപ്ന മറ്റേ ഈ സോളാർ കേസിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ CD തപ്പി ശിവരാജൻ കമ്മീഷൻ പോകുന്നത്, തിരിച്ചു വരുന്നത്, അവനെ കൊണ്ടുപോകുന്ന സ്വപ്ന സുരേഷ് ബാംഗ്ലൂർക്ക് പോകുന്നത്, അവിടെ തിരിച്ചു വരുന്നത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് വാർത്തകളോട് ഒരു താല്പര്യം തോന്നണമെങ്കിൽ ഒരു ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വാർത്തകളെ മാറ്റിയിട്ടുണ്ട് ചാനലുകൾ. അപ്പൊ അങ്ങനെ മാറ്റുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ ഈവന്റുകൾ തത്സമയം കാണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുള്ള നമുക്കറിയാലോ, ഇപ്പൊ റെയിൽവേയിൽ ആ ക്ലീനിങ് ജോലിക്ക് പോയിട്ടുള്ള ജോയ് മരിച്ചുപോയി. അപ്പൊ ആ മരിച്ചുപോയത് തന്നെ വലിയ വാർത്തയാക്കി ആളുകളുടെ ഇടക്കോട്ട് എത്തിക്കുന്ന കാര്യമാണ്. ചില നല്ല കാര്യങ്ങളും മീഡിയാസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഉണ്ടെന്നേ. ഒന്നാമത്തെ കാര്യം, കൊല്ലത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി, ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ തട്ടിക്കൊണ്ടുപോയി വാർത്തയുടെ പിറകെ നിന്ന് ആ കുട്ടിയെ കിട്ടുന്നവരെയുള്ള മാധ്യമങ്ങള് തീർച്ചയായിട്ടും ഒരു ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാകുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന് 2 വശങ്ങളുണ്ട്, നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈവന്റുകളിൽ ഒരു എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് യൂട്യൂബ് ചാനലുകളുടെ തമ്പ് പോലെ തന്നെ ഓരോ കൊച്ചു കാര്യത്തിനെയും എടുത്ത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇതിന്റെ അപകടം എവിടെയെന്ന് അറിയാമോ? ഇതിന്റെ അപകടം ഈ മീഡിയകളുടെ മുമ്പിൽ വരാൻ താല്പര്യമുള്ള
പല ആളുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ, ഉദ്യോഗസ്ഥരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ മീഡിയകളുടെ ഒരു ക്രിയേഷനായി പലപ്പോഴും മാത്രം നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ പോട്ടെ. നമ്മള് പ്രശ്നം ഉമ്മൻചാണ്ടി ആണെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ കേസിൽ നേരത്തെ ഉണ്ടായ ചാര കേസും അതുപോലെ തന്നെ ഇപ്പൊ കോഴ മാണി എന്ന് വിളിക്കാം, മാണിയെ ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ പഴുത്ത് ചീഞ്ഞ് അവിടെ ഇരുന്ന് പോട്ടെ എന്ന് വിചാരിച്ച ആളുകളൊക്കെ തന്നെയാണ്. അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് ഉണ്ടായപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കേസിൽ നിന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി മുക്തനാകുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് നാച്ചുറലി ഒരു വീട്ടിലിരിക്കുന്ന ഇപ്പൊ ഭാര്യക്കോ അല്ലെങ്കിൽ മകൾക്കോ ഒക്കെ ആയിരിക്കും അത് കുറെ കൂടി തീവ്രമായി അനുഭവപ്പെടുക. കാരണം ഉമ്മൻചാണ്ടി രാവിലെ ഇറങ്ങുന്നു, ആളുകളെ കാണുന്നു, ഇതാണെന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധിയെയും പുള്ളിക്ക് മറികടക്കാൻ വേണ്ടി ഇതിൽ അവർ ഒന്നുകൂടെ പറഞ്ഞു വെച്ചു. അതായത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട ഒരു ജോപ്പനെ അറസ്റ്റ് ചെയ്ത സംഗതി, അദ്ദേഹം ഒരു UN സമ്മേളനത്തിന് പോയിട്ട് കുടുംബസമേതം പോയിട്ട് തിരിച്ചു വരുന്ന ആ സമയത്ത് സാർ പറയണം, സാർ കുടുംബസമേതം പോയിട്ടല്ല, ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് മേടിക്കാൻ വേണ്ടി പുള്ളി പോയിരുന്നു. കുടുംബസമേതമല്ല, ഉമ്മൻചാണ്ടിയും ഉണ്ട്, KC ജോസഫും ഉണ്ട്. ഓക്കെ, KC ജോസഫ് ഉണ്ട്. ആ KC ജോസഫും കൂടി വന്ന് സത്യത്തിൽ ഇവര് റൂമിലേക്ക് കയറി റൂമിലിരിക്കുമ്പോഴാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയാം. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. അപ്പൊ അതിന്റെ ഒക്കെ പിന്നിൽ പല ഗൂഢാലോചനകളും ഉണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ മുഖ്യമന്ത്രി അറിയാതെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവിടെ പിന്നെ ഈ കഴിഞ്ഞ തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ VD സതീശൻ നിയമസഭയിൽ പറയുന്നുണ്ടായി, അത് കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ജോപ്പനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. ആ ജോപ്പനെ കുറിച്ചാണ് ഇന്ന് മറിയാം മുഹമ്മൻ പറഞ്ഞത് ഇപ്പൊ ലോട്ടറി വിറ്റ് നടക്കണേണ് എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ ആ ജോപ്പന്റെ കേസിൽ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KC ജോസഫ് പിന്നീട് പറഞ്ഞതാണ് എനിക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നിയിട്ടുള്ളത്. KC ജോസഫ് പറയുന്നത് ഉമ്മൻചാണ്ടി റൂമിലേക്ക് വന്ന് TV വെച്ചപ്പോഴാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത് അറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പക്ഷെ പലപ്പോഴും അതിനോടൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ കിടന്ന് KSU നേതാവായി വളർന്നു വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. കോൺഗ്രസിൽ യാതൊരു കാരണവശാലും നമ്മൾ ഒരുത്തൻ എങ്ങനെ തള്ളി താഴെ ഇട്ടിട്ട് മുകളിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതുണ്ട്, കുറച്ചുകൂടി കൂടുതൽ സത്യത്തിൽ കോൺഗ്രസിനകത്തുണ്ട്. എന്തായാലും മറിയാം മുഹമ്മനെ കൊണ്ട് അത് പറയിച്ചതാണ് കാര്യം. അദ്ദേഹത്തിന്റെ അല്ല, മറിയാം മുഹമ്മനെ കൊണ്ട് അത് പറയിച്ചതല്ല. അത് സത്യത്തിൽ മറിയാം മുഹമ്മൻ ഇന്ന് സംസാരിക്കുമ്പോൾ ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പറയല്ലേ എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. കാരണം ഇത് മറിയാം മുഹമ്മൻ ഇപ്പൊ ഒന്നും നോക്കാനില്ല, അവര് സ്വാഭാവികമായിട്ടും. പക്ഷെ ചാണ്ടി ഉമ്മൻ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇതിനോട് എന്ത് ചെയ്തു, പോകല്ലേ പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നില്ല. അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ പോയിട്ട് ആ സമയത്ത് എങ്ങനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്താം എന്നുള്ളത് മാത്രമേ സ്വന്തം ഗ്രൂപ്പുകാരനായ ഹസനൊക്കെ വേദിയിരിപ്പുണ്ട്. ഹസനുണ്ട് വേദിയിൽ, ശശി തരൂരുണ്ട്. ശശി തരൂരിന് പിന്നെ അത് വലിയ ബാധിക്കുന്ന പ്രശ്നമല്ല. രണ്ടാമത്തത് ഈ പറയുന്ന VD സതീശനുണ്ട്. VD സതീശനൊക്കെ സംബന്ധിച്ചും ഇതെല്ലാവരെ സംബന്ധിച്ചും പിന്നെ ഇത് മറിയാം മുഹമ്മദ് പറഞ്ഞിട്ട് വേണോ അവരറിയാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനത്തിനൊക്കെ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു വെച്ചു, കേരളത്തിനൊക്കെ അറിയാം CBI അന്വേഷണം നടക്കുന്നു, അത് എവിടെ ഏതറ്റം വരെയും പോയി, അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് സതീശനോട് വേദിയിൽ. അത് മാത്രമല്ല, അവര് എന്ന് പറഞ്ഞേക്കുന്ന ഒരു വാചകം ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഗൂഢാലോചന എന്ത് ചെയ്തില്ല, പിന്നെ അന്വേഷിക്കപ്പെട്ടില്ല ഇതിന്റെ പിന്നിലുള്ള എന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പിന്നെ നമ്മൾ ഏത് രാജ്യത്തിരുന്ന് സംസാരിക്കണേന്നേ. നമ്മൾ സത്യത്തിൽ ഇപ്പൊ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിട്ട് രാജീവ് ഗാന്ധിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ പോലും പൂർണ്ണമായൊരു നീതി കിട്ടിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ പലപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ ശക്തനായിരിക്കുമ്പോൾ കൂടെ ആളുകളുണ്ടാവും. നമ്മൾ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ മുഴുവൻ നമ്മളെ കൊത്തിപ്പറിക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം രാവിലെ നമ്മളൊക്കെ ഒരു വലിയ രാജാവായി മാറുന്ന അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ തന്നെ നരസിംഹറാവു എല്ലാം ഉപേക്ഷിച്ച് ഏതോ മകളുടെ വീട്ടിലേക്കാറ്റ് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോംപ്രമൈസിംഗ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് വന്നപ്പോൾ പിന്നീട് അദ്ദേഹം രാജാവായി തീർന്നു. അപ്പൊ അത് ആ സമയത്ത് കെ കരുണാകരനായിരുന്നു കിങ് മേക്കർ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ്. പിന്നീട് മുരളിക്ക് വേണ്ടിയിട്ട് ഒരു 3 രൂപ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി അദ്ദേഹം എത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇത് കേൾക്കാനൊക്കെ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യമില്ല. അല്ല, മറിയാം മുഹമ്മൻ ആ പറഞ്ഞതിലെ അല്ലയോ കോൺഗ്രസ്സുകാരെ, നിങ്ങൾ അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിനെ വാഴ്ത്തുകയും കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചേർന്ന് നിർത്തുകയും ചെയ്യുന്ന നിങ്ങൾ അന്ന്
അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് കൂടി നിങ്ങൾ ഓർക്കണം എന്ന് കൂടെയാണ് അവർ പറഞ്ഞത്. അല്ല, അത് കറക്റ്റാണ്. അത് കറക്റ്റാണ്. പിന്നെ കോൺഗ്രസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ദൈവത്തോട് ചേർത്ത് എനിക്ക് തോന്നുന്നത് ചാണ്ടി ഉമ്മനും മറിയാമ്മ ഉമ്മനും അതുപോലെ അച്ചു ഉമ്മനും മറിയ ഉമ്മനും ഒക്കെ മറിയ ചാണ്ടിക്കും ഒക്കെ തന്നെ ഇവർക്കെല്ലാം മക്കൾക്കും എല്ലാം ഇത് നേരത്തെ തന്നെ അറിയാം. കാരണം എന്താ വെച്ചാൽ ഇത് ഈ സമയത്തല്ല. കാരണം ഇതിനു മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലും ഏത് കോൺഗ്രസ് നേതാവിന് വീഴ്ച പറ്റിയാലും ആ കോൺഗ്രസ് നേതാവിനെ പിടിച്ചെടുക്കാൻ ശീലമില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരോട് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പരിധി വരെ ഒരു നമ്മുടെ ഞാനൊരു കാര്യം തുറന്നു പറയും. ഇപ്പൊ നമ്മൾ നാളെ ഒരു പ്രശ്നത്തിലേക്കായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും നമ്മളെ സംരക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ ആരും എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. കുറ്റപ്പെടുത്താൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ നാട്ടിലെ സ്വാഭാവികമായിട്ടുള്ള കാര്യം ആണ്. ഇപ്പൊ കലാപവും മണി അന്തരിച്ചു. മണിയുടെ ഒപ്പം എന്തോരം പേര് പണം മേടിച്ചിട്ടുണ്ട്, കാണാൻ കൊതിച്ചിട്ടുണ്ട്, ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റലായി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് കയ്യിലിരിപ്പോണ്ടാണ് എന്ന് അവിടെ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറിയോമന്റെ തീർച്ചയായിട്ടും അവരെ നമ്മൾ കുറ്റം പറയില്ല. കാരണം അവർക്ക് പേഴ്സണലി അനുഭവിക്കേണ്ട കാര്യമായതുകൊണ്ട് ഒരു സത്യം അവരെന്ത് ചെയ്തു, വിളിച്ച് പറഞ്ഞു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് 101% കറക്റ്റാണ്. അത് സത്യത്തിൽ ഒരു മറിയാമ്മ പറയുമ്പോൾ ഇതിലുള്ളത് പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ അല്ല അതുപോലെ തന്നെ ഹസനും ഇവരൊക്കെ അത് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പോലും അത് കേൾക്കുന്നത് നന്നായിരിക്കും.